ചിലതിൻ്റെ ചില സമയത്തുള്ളൊരു ഡിമാൻഡ് എന്ന് പറഞ്ഞാലേ അത് പൊന്നിൻ്റെ വിലയ്ക്ക് തുല്യമെന്ന് പറയലേ ആ ഒരു അവസ്ഥ കേട്ടോ. ഞാനൊരു ബഡ് റോസ വാങ്ങിക്കൊണ്ടെന്ന് വെച്ചിട്ട് അവൻ നടാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ചകിരിച്ചോറില്ല. അതിൻ്റെ പുറകെ ഒരു 3-4 ദിവസം നടന്നു നോക്കി, എവിടെ ചകിരിച്ചോറ് കിട്ടിയില്ല. ലാസ്റ്റ് നേഴ്സറിയിൽ അതിന് വേണ്ടി തന്നെ പോയി. അങ്ങനെ പോയ വഴിക്ക് എന്തായാലും എനിക്കൊരു എന്താ പറയുക ഒരു ചെടിയും കൂടി ഒരു ഇൻഡോർ പ്ലാന്റ്സും കൂടി കിട്ടിയായിരുന്നു. അതിനെയും മേടിച്ച് കിട്ടിയതല്ലേ പോരട്ടെ എന്നുള്ള രീതിയിൽ പിന്നെ 2 ചെടിയൊക്കെ വാങ്ങി. അങ്ങനെ ആശാനെ അവിടെ കൊണ്ടുവന്ന് വെക്കാൻ നോക്കുമ്പോഴത്തേനും ചാണകപ്പൊടിയില്ല, അതും തീർന്നുപോയി. അങ്ങനെ ഞാൻ തെങ്ങിൻ ചോട്ടിൽ പോയി ചാണകപ്പൊടി എടുത്തുകൊണ്ട് വന്നു. പിന്നെ കുറച്ച് ഉണങ്ങി വെച്ച ഇല കമ്പോസ്റ്റ് ഉണ്ടായിരുന്നു, അതിനെല്ലാം കൂടി ഒന്ന് പൊടിച്ച് അതിൻ്റെ കൂടിലിട്ടു. നോക്കുമ്പോൾ അത്യാവശ്യം ഡ്രെയിനേജ് വേണമല്ലോ. അപ്പം ഞാൻ ഹോളൊക്കെ ഇട്ട് കഴിഞ്ഞ് നോക്കുമ്പം ഓടിൻ്റെ കഷ്ണമില്ല. അങ്ങനെ പിന്നെ എന്നാ ഈ ഒന്ന് പെട്ടെന്ന് വിചാരിച്ച് കഴിഞ്ഞപ്പോൾ അടിയിൽ മിറ്റിലിട്ടു. വെയിലും ചൂടൊക്കെ കൂടിക്കഴിയുമ്പോൾ മെറ്റിൽ അത്യാവശ്യം ചൂടാകും എന്നറിയാം. എന്നാലും ഞാൻ നോക്കിയപ്പോൾ ചകിരിച്ചോറും ഇലയൊക്കെ അത്യാവശ്യം തണുപ്പുള്ളതാണല്ലോ, അതുകൊണ്ട് മണ്ണും കൂടി ഇട്ടങ്ങ് മിക്സാക്കി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് ഇച്ചിരി പണിയെടുത്തു. കാരണം അത് വെയിലും കൂടി ആയപ്പോഴത്തേന് മുറുകിപ്പോയി. ഒരു രക്ഷയില്ല അതൊന്ന് പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും വേണ്ടില്ല, തല്ലിക്കൊട്ടി ആശാനെ ഒന്ന് കൊണ്ടുവന്ന് സ്ഥാപിച്ചു. പിടിക്കോ ഇല്ലയോ എന്ന് കണ്ടറിയേണ്ടി വരും. കാണുമ്പോൾ ഈ പൂ കാണുമ്പോൾ കൊതിക്ക് മേടിച്ചു പോകുന്നതാണ്. എത്രയാണേലും നാടൻ റോസ നടുന്നതിൻ്റെ അത്രയും ഒരു എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ. നാടൻ റോസയ്ക്ക് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വലിയ പരിചരണമൊന്നും വേണ്ട. ആശാനെ 2 സ്ഥലത്ത് കുത്തി വെച്ച് കഴിഞ്ഞാൽ അവൻ അത് നിറച്ച് പൂവാവും. വലിയൊരു കരുതലും വേണ്ട. ഈ പറഞ്ഞ പുഴുവിന് പോലും വലിയ ശ്രദ്ധയില്ലേ. ആ സമയത്ത് ഈ ബഡ് റോസ എന്ന് പറഞ്ഞ സാധനത്തിനെ ഒന്ന് നോക്കിയെടുത്തു കൊണ്ടുണ്ടെങ്കിലുള്ള പാട് ചില്ലറയൊന്നുമല്ല, ഇച്ചിരി മുന്തിയത് തന്നെയാണ്. എന്തായാലും 1 മാസം കൊണ്ട് തീരുമാനം അറിയാം.